ഓൺലൈൻ തുടങ്ങാനുള്ള വളരെ പ്രചോദനമായ ഒരു കാര്യമെന്ന് പറയുന്നത് മൊഗ്രാൽ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്തെ ആൾക്കാർ ലോകത്തിൻ്റെ നാനാദിക്കിൽ പല ജോലികളിലായി പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ സ്വന്തം നാട് മിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ 10-18 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നെ എൻ്റെ നാട് മിസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എത്രത്തോളം മിസ് ചെയ്യണമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പം കൂടെ പഠിച്ചവർ, ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ, കളിച്ചു വളർന്നവർ, അവരൊക്കെ ഇന്ന് പല സ്ഥലത്തായി പല ദിക്കിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ, ഒന്നിച്ച് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ളൊരു സാങ്കേതിക വിദ്യ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നെറ്റ്വർക്കിലേക്ക് എന്നെ എത്തിച്ചത്. അത് ഇതിൻ്റെ ആദ്യ സംരംഭമെന്നോ നമ്മൾ നെറ്റ്വർക്ക് തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ ദുബായ് അൽ മംസാർ പാർക്കിൽ വെച്ച് ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ വളരെ പ്രതീക്ഷകളെല്ലാം കവച്ചു വെച്ച് ഏകദേശം 75-ൽ കൂടുതൽ ആൾക്കാർ അന്ന് ആ ഗെറ്റ് ടുഗദറിൽ സംബന്ധിക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പിന്നിൽ അതൊരു വിജയമാക്കി തരാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ MG റഹ്മാൻ, ഷാജഹാൻ, ഷംസുദ്ദീൻ AK, റിയാസ് കരീം, മൊയ്തീൻ കുഞ്ഞി, MS സലീം, സിദ്ദീഖ്, ജാഫർ സാദിഖ്, അങ്ങനെ ഒരുപാട് പേര്. അന്നത്തെ ആ വിജയത്തോടെ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഈ മൊഗ്രാൽ ഓൺലൈന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു വൻ വരവേൽപ്പായി നമുക്ക് UAE യിൽ നിന്ന് ലഭിക്കാൻ പോകും. അത് UAE യിൽ നിന്ന് മാത്രമല്ല, മറ്റ് പല ഗൾഫ് കൺട്രീസിലും, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയുള്ള മൊഗ്രാൽ നാട്ടുകാരൊക്കെ അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എന്നോട് ഇടയ്ക്കിടെ വിളിച്ച് പറയാറുണ്ട്. മൊഗ്രാൽ ഓൺലൈന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ ഏതെങ്കിലും ഒരു മതസംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ഏതൊരുടെയെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട്, അതിലൊന്നും വക്താക്കളല്ല. ഞങ്ങൾ മൊഗ്രാൽ ഓൺലൈന് ഒരു കമ്മിറ്റിയോ ഒരു സെക്രട്ടറിയോ ഒരു പ്രസിഡൻറ്റോ ഒന്നുമില്ല. ഇത് മൊഗ്രാൽക്കാരുടെ മാത്രം സ്വന്തം വേദിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ലേഖനങ്ങൾ, നിങ്ങളുടെ ചർച്ചകൾ എല്ലാം അവതരിപ്പിക്കാൻ നിങ്ങൾക്കുതകുന്ന ഒരേ ഒരു സ്ഥലമാണ് മൊഗ്രാൽ ഓൺലൈൻ. അവിടെ ഓരോരുത്തൻ വ്യക്തിപരമായി പ്രതിഫലിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ, ചർച്ചകൾ, അതൊന്നും മൊഗ്രാൽ ഓൺലൈൻ്റെ സ്വന്തമായിട്ടുള്ള ആശയങ്ങളോ ഒന്നുമല്ല. അതൊക്കെ ഓരോ വ്യക്തിയുടെ ആശയങ്ങളായിട്ടാണ് നിങ്ങളത് കണക്കിലെടുക്കേണ്ടത്. ഇനിയും നിങ്ങൾ മൊഗ്രാൽ ഓൺലൈനിൽ കൂടുതൽ സഹകരണവും ഇതിനോട് സൈറ്റ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മിസ്റ്റർ ആരിഫ് സുർത്തുമിൽ അന്താച്ച ഇല്യാസ് ടീമിൻ്റെ മൊഗ്രാൽ ന്യൂസ് ഏകദേശം 15ഓളം എപ്പിസോഡ് നമ്മൾ മൊഗ്രാൽ ഓൺലൈനിലൂടെ കാണുകയുണ്ടായി. ആരിഫ് തൻ്റെ വെക്കേഷൻ കാലയളവിനുള്ളിൽ ഇത്രയധികം വീഡിയോകൾ നമുക്ക് സമ്മാനിച്ചതിന് ആരിഫിനോട് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മൊഗ്രാൽ ഓൺലൈനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചത് തന്നെ മൊഗ്രാൽ ന്യൂസ് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ ഗൾഫ് ന്യൂസ് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. നമ്മളെല്ലാവരും ഇവിടെ ജോലിക്ക് വന്നവരാണ്. നമുക്ക് പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ സമയങ്ങളെ നമുക്കുണ്ടാവാറുണ്ട്. അതും ഏകദേശം എപ്പോഴെങ്കിലും ഒരു വെള്ളിയാഴ്ച.
അപ്പോൾ ഞങ്ങളുടെ ചുരുങ്ങിയ ഈ ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയ എക്യുപ്മെൻറ്റ്സും സൗകര്യങ്ങളും അനുസരിച്ച് ഞങ്ങളുണ്ടാക്കുന്ന ഈ ഗൾഫ് ന്യൂസ് അതിനൊരുപാട് പാകപ്പിഴവുകൾ നിങ്ങൾ കണ്ടേക്കാം. അതൊക്കെ ഞങ്ങളുടെ ഒരു വലിയ കുറവായിട്ടോ ഇതായിട്ടോ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഇതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളും സഹകരിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. മൊഗ്രാൽ ഓൺലൈൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് അല്പം മുതൽ മുടക്കുള്ള ഒരു കാര്യമാണ്. അതിന് ഏകദേശം കുറച്ച് കാശ് ദിർഹംസ് ഞങ്ങൾക്ക് ഇവിടെ ചിലവായിട്ടുണ്ട്. അതിന് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് മുന്നും പിന്നും ആലോചിക്കാതെ മൊഗ്രാലിനെ വെബ്സൈറ്റിനെ കുറിച്ച് അറിയാവുന്നവർ, അതിനെ സ്നേഹിക്കുന്നവർ ഉടനടി ഒട്ടും ആലോചിക്കാതെ ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയുണ്ടായി. അത് ഏകദേശം 1 വർഷത്തേക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുകയാണ്, കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ 2011 ഓഗസ്റ്റ് വരെ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളോട് സാമ്പത്തികമായി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മൊഗ്രാൽക്കാരോട് ഞാൻ എൻ്റെ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എന്നോട് ഇടയ്ക്കിടെ വിളിച്ച് പറയാറുണ്ട്. ഓൺലൈൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൊഗ്രാൽ ഓൺലൈനിൽ ലോഗിൻ ചെയ്യുമ്പോൾ വെറുതെ വായിച്ച് തള്ളാതെ വീഡിയോകൾ, പിക്ചേഴ്സുകൾ കണ്ട് അതങ്ങനെ തന്നെ ലോഗ് ഓഫ് ചെയ്യാതെ അതിന് ഉടനെ നിങ്ങളുടേതായ കമൻസുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായും അതിനകത്ത് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കണം. മൊഗ്രാൽ ഓൺലൈൻ.com ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. മൊഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഫ്രണ്ട്സ് അസോസിയേഷനെ പറ്റി ഒരു ചെറു വിവരണം. മൊഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ ദുബായ് മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ എന്ന സംഘടന ഏകദേശം 1981 ആരംഭിച്ചത്. അന്ന് പ്രവാസി മൊഗ്രാലുകാർ ഏകദേശം 10-20 ഉള്ളിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഘടന 5-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് തുടങ്ങി ഇന്ന് വരെ ഏകദേശം 200-ഓളം മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാട്ടിലെ നിലാരംബരെയും നിസ്സഹായരെയും സഹായിച്ചുകൊണ്ട് സംഘടന മുന്നോട്ട് പോവുകയാണ്. നാട്ടിലെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ എല്ലാ രംഗങ്ങളിലും ഞങ്ങളുടെ സഹായം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്ന് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏകദേശം 25 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് നിലവിലുള്ളത്. ആ കമ്മിറ്റി ഇന്ന് വളരെ നല്ല നിലയിൽ നാട്ടിലെ ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഏകദേശം ഇന്ന് ടോട്ടൽ എത്ര മെമ്പേഴ്സ് അതിലുണ്ട്? ഏകദേശം 200-ഓളം മെമ്പർമാരുണ്ട്. അതിൽ പലരും ക്യാൻസറായിട്ടും പല കാരണങ്ങളായി മാറി നിന്നിട്ട് ഏകദേശം ഇന്ന് 185-ഓളം മെമ്പർമാർ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും മെമ്പർമാരെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പുതുമുഖങ്ങളെ എല്ലാം തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പുതുമുഖങ്ങളായവരെല്ലാം കമ്മിറ്റിയിൽ അംഗമാക്കാൻ. കാരണം പഴയ തലമുറകൾ പലരും ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോകുന്ന അവസരത്തിൽ പുതുമുഖങ്ങളെ ആകർഷിക്കേണ്ട രീതിയിൽ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില മെമ്പേഴ്സ് എല്ലാം പുതിയതായി ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് അവർ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കമ്മിറ്റിനെ പറ്റി അറിയുന്നുള്ളൂ എന്നൊക്കെ. അതിനെ പറ്റി നിങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ല കമ്മിറ്റിയിലോ അല്ല ഇതും ഉണ്ടോ? ഈ സംഘടനയെ കുറിച്ച് ഇപ്പോൾ നാട്ടിലും ഇവിടെയും എല്ലായിടത്തും ഈ സംഘടനയെ കുറിച്ച് ഒരു പബ്ലിസിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുമായി ഡയറക്റ്റ് ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരെ കമ്മിറ്റിയിലേക്ക് അംഗങ്ങളാക്കാൻ ഞങ്ങളുടെ മുഴുവൻ ഭാരവാഹികളും സജീവമാകുന്നു. അതുപോലെ തന്നെ മെമ്പർമാരോട് നിങ്ങളെല്ലാവരും ഇവിടെ ദുബായിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഘടന ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ അതിനെ ബന്ധപ്പെടാനും കാര്യങ്ങളായിട്ട് ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്, അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കാം. കാരണം ഇത് കേൾക്കുന്നവരെങ്കിലും ഇത്തരം സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ കുമ്പള പഞ്ചായത്ത് ഇലക്ഷനെ പറ്റി നിങ്ങൾ മുസ്ലിം ലീഗ് ഇതിൻ്റെ മഞ്ചേശ്വരം മണ്ഡലം KMCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ പ്രത്യേകിച്ച് UDF വൻ വിജയമല്ലേ അവിടെ നടത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ലീഗ്? തീർച്ചയായും ഈ കുമ്പള പഞ്ചായത്ത് എന്നല്ല, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു വളരെയധികം നല്ല മുന്നോട്ടമാണ് മുസ്ലിം ലീഗ് കൈവരിച്ചിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ കേരളത്തിൽ മൊത്തം മുസ്ലിം ലീഗ് വളരെ നല്ല രീതിയിലുള്ള വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്.
ഈ കൊപ്പളം വാർഡിനെ പറ്റിയിട്ട് പല ആൾക്കാരും പൈസ അവിടെ വിതരണം ചെയ്തു. ഒരു ത്രികോണ മത്സരമായിരുന്നു. എന്നിട്ടും മുസ്ലിം ലീഗ് വിജയിച്ചു. പക്ഷെ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അനുജൻ്റെ ഭാര്യയാണ് അവിടെ വിജയിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണോ അവർ ഇലക്ഷനിൽ നിന്നത്? തീർച്ചയായിട്ടും അല്ല. ഞാൻ അറിയുന്നത് പോലും ഇവിടെ ഗൾഫിൽ നിന്നാണ് അനുജൻ്റെ ഭാര്യ മത്സരിക്കുന്നത് എന്നുള്ളത്. മത്സരിക്കുന്ന മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിലക്കുമായിരുന്നു. കാരണം അത്തരം അധികാര ഇതിലേക്ക് ഇറങ്ങണ്ട എന്നുള്ള ഉദ്ദേശക്കാരനാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നതിന് ശേഷം പിന്നെ സജീവമായി വിജയിപ്പിക്കാൻ വേണ്ട രംഗത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ പ്രവർത്തിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളിവിടെ ഒരു mogral.online.com എന്നൊരു ഓൺലൈൻ സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ സാധാരണ 400-500 വരെ എത്തി മെമ്പേഴ്സ്. നല്ല ഇതിലായിട്ട് അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓൺലൈനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ പല ഭാഗത്തു നിന്ന് തന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അതിന് അസുഖമായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ സന്ദേശം അയച്ചിരുന്നു. വളരെ നല്ല പരിപാടിയാണ്. കാരണം ദുബായിലെന്നല്ല GCCയിൽ മൊത്തമുള്ള മുഗരാൽ പ്രവാസികൾക്ക് പരസ്പരം സംബോധിക്കാനുള്ള ഒരു സംരംഭമായി ഈ മുഗരാൽ കുട്ടി വളർന്നിട്ടുണ്ട് എന്നത് നമ്മുടെ സന്തോഷം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കാനും ഞാൻ മറക്കുന്നില്ല. മുഹമ്മദ് ഷാ, മുഗരാൽ നിന്ന് ഇങ്ങോട്ട് ദുബായിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ദുബായിൽ തന്നെയാണോ ഒന്ന് വേറെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നോ? ഇല്ല, ഞാൻ ദുബായിലാണ് ആദ്യമായി വരുന്നത്. ഇപ്പം എത്ര വർഷമായി? ഏകദേശം 31 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ ദുബായ്, ഈ UAEയും ദുബായും സാധ്യതയുള്ള മുമ്പത്തെ നിങ്ങളുടെ ഇതുമായിട്ട് എന്ത് വ്യത്യാസം തോന്നുന്നു? വളരെയധികം വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്ക് കാണുന്ന ഈ സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. കൂടുതൽ മരുഭൂമിയായിരുന്നു. പക്ഷേ ഇന്ന് വളരെയധികം കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് സെൻ്ററുകളും അതുപോലെ ഇന്ന് പലർക്കും കറങ്ങി നടക്കാൻ പറ്റിയ അവസരങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നില്ല. ലീവ് ദിവസങ്ങൾ റൂമിൻ്റെ അകത്ത് കൂടുക എന്നതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. mogral.online.com ഗൾഫ് ന്യൂസ് ഞങ്ങൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൽ തന്നെ നിങ്ങളെ കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്ദി. ഏതായാലും ഇനിയും നിങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും തീർച്ചയായും സഹകരണം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ഈ മുഗരാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ സംഘടനയുടെ 30ാം വാർഷിക ജനറൽ യോഗം അടുത്ത ബലിപെരുന്നാൾ ദിവസം നടക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ അഭിനന്ദനത്തെ സംബന്ധിച്ചാൽ വളരെ താങ്ക് യു.